എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ്. അപ്പം ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ മുഴുവനായിട്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അഥവാ സമൂഹശാസ്ത്രപരമായ ഭാവന. ഇത് 2 മാർക്കിനും 1 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇതെന്താണ്, ആരാണിത് കൊണ്ടുവന്നതെന്നൊക്കെ നിങ്ങൾ പഠിക്കുക. രണ്ടാമത് പഠിക്കേണ്ടത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ്, അതായത് സമൂഹശാസ്ത്രവും സാമാന്യ ബോധജ്ഞാനവും. അത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ മാതിരി ചോദിക്കും. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യമാണ് ഇൻ്റലക്റ്റഡ് ഐഡിയാസ്, അതായത് ദൈക്ഷണിക ആശയങ്ങൾ. സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായ ഇൻ്റലക്റ്റഡ് ഐഡിയാസ് ഏതൊക്കെയാണെന്ന് ആ ഒരു 5 പോയിൻറ്റ്സ് അല്ലേ, ആ ഒരു 5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കണം. അത് 3 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. കൂടുതലും 6 മാർക്കിനാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായ ഇൻ്റലക്റ്റഡ് ഐഡിയാസ് അല്ലെങ്കിൽ ദൈക്ഷണിക ആശയങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അടുത്തായി പഠിക്കേണ്ടത് സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായ മെറ്റീരിയൽ ഇഷ്യൂസ് അഥവാ ഭൗതിക പ്രശ്നങ്ങൾ. അത് മെയിനായിട്ട് 2 പ്രശ്നങ്ങളാണുള്ളത്, വ്യവസായിക വിപ്ലവം പിന്നെ മുതലാളിത്തം. അപ്പം അത് രണ്ടും നിങ്ങൾ പഠിക്കുക. ഭൗതിക പ്രശ്നങ്ങൾ അത് 2 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത പഠിക്കേണ്ടത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ചോദിക്കുക. സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വിശദമാക്കാൻ ചോദിക്കാറുണ്ട്. അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടത് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്, അതായത് സമൂഹശാസ്ത്രത്തിന് മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായുള്ള ബന്ധം. അത് 4 മാർക്കിന് ചോദിക്കും. അതിൽ ഹിസ്റ്ററി ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ എക്കണോമിക്സ് ചോദിക്കും. എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം, ഇടയ്ക്ക് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം ചോദിക്കും. ഇടയ്ക്ക് സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം ചോദിക്കും. ഇടയ്ക്ക് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം ചോദിക്കും. അങ്ങനെ ഇടയ്ക്ക് ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം ചോദിക്കും. അങ്ങനെ ഓരോന്നും ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ടും പഠിക്കാനുള്ളത്. മെയിനായിട്ട് നിങ്ങൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അറിഞ്ഞു വെക്കണം, പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതർ സബ്ജക്റ്റും, പിന്നെ സ്കോപ്പ് ഓഫ് സോഷ്യോളജിയും, പിന്നെ ഇൻ്റലക്റ്റഡ് ഐഡിയാസും. സത്യം പറഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം.